നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാണിക്കുന്നത് ഓർണമെൻറ്റ്സ്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്താണെന്നറിയോ, ഓർണമെൻറ്റ്സ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. എപ്പോഴും ചോദിക്കുന്നവരേ ഉള്ളൂ. അത് എപ്പോഴാണ് വരുന്നത് അഡ്വാൻസ് പൈസ ഒക്കെ വേണ്ടാന്ന് പറഞ്ഞിട്ടും അടച്ചിട്ടെടുക്കുന്ന ആൾക്കാരാണ് ഒത്തിരി. നമുക്ക് ഉറപ്പില്ല അത് തന്നെയാണോ വരുന്നതെന്ന് അറിയത്തല്ലുള്ളൂ. അത് തന്നെയാണോ അതന്നേരം കാണിക്കാൻ പോവുക. അതങ്ങനെ എന്നാന്നറിയാം, ഞാനിവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങാതിരിക്കാനേ അടുത്ത് വച്ച് കേൾപ്പിക്കുന്നു. അപ്പം ഇത് കൂടുതൽ കത്തിപ്രയോഗങ്ങളില്ല, ഇല്ലെന്നൊന്നും പറയുന്നില്ല, യാതൊരു ഉറപ്പുമില്ല, ചിലപ്പോൾ വരും. ആദ്യത്തെ വള ഇത് കൊളുത്തുന്ന എന്നാ പറയുന്നത് ചെയ്യുന്ന വളയാണേ. ഇത് ഷേപ്പ് നോക്ക്, ഇതാണ് ഇതിൻ്റെ ഷേപ്പ്. ഓവൽ ഷേപ്പിലാണ് വള ഇരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ കയ്യെ പറ്റി ചേർന്ന് കിടക്കും. ഇനി കയ്യെ പറ്റി ചേർന്ന് കിടക്കുന്ന കാണിച്ചു തരാം. ഇതിപ്പം റോസ് ഗോൾഡിൻ്റെ ഇത് കണ്ടോ, ഇത്രയേ ഉള്ളൂ സംഭവം. ഇങ്ങനെ കയ്യെ കിടക്കും. ഇവിടെ ചെറിയ 2-3 സ്റ്റോൺസ് ഉണ്ട്. ഇതിപ്പോൾ ഈ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ആരും പറഞ്ഞതോ എടുത്തോന്നല്ല, എൻ്റെ ഒരു തോന്നൽ ഞാൻ പറയുക. ഈ ഗോൾഡ് മാത്രം ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. ചിലർ റോസ് ഗോൾഡ്, പ്ലാറ്റിനം അല്ലെങ്കിൽ സിൽവർ അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കാത്ത ആൾക്കാർക്ക് അത് അറിഞ്ഞു വേണം വാങ്ങിക്കാൻ. ഗോൾഡ് അല്ലാത്ത ഇത് റോസ് ഗോൾഡിൻ്റെ കളർ. അപ്പോൾ കളർ വേറെയാണെന്നൊന്നും പറയരുത്. ഇത് റോസ് ഗോൾഡ്. ഞാൻ ചിലപ്പോൾ പറയാൻ വിട്ടുപോയെങ്കിലോ എന്ന് എനിക്കൊരു പേടിയെ. ഗോൾഡ് വേറെയുണ്ട്, റോസ് ഗോൾഡിൻ്റെ വേറെ കളറാണ്. അതായത് കോപ്പർ കളറാണ് റോസ് ഗോൾഡിന്. നമ്മളതൊക്കെ ഈ ചിലർ എന്നെപ്പോലുള്ളവർക്കൊക്കെയാണ് ഗോൾഡ് ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക് റോസ് ഗോൾഡ്, വൈറ്റ് ഗോൾഡ് അങ്ങനത്തെ ഒക്കെ ഇടുന്നത്. അപ്പം ആ ഒരു കളർ വ്യത്യാസം തിരിച്ചറിയണം കേട്ടോ. ഇത് കണ്ടോ, ഇത് ചൈന ഇമ്പോർട്ടഡ് ഫ്രം ചൈന ആണ്. ഇതിൻ്റെ മാനുഫാക്ചേഴ്സ് പറയുന്നത് ഇതിൻ്റെ കളേഴ്സിന് 3 മാസം തൊട്ട് 6 മാസം വരെ കളർ ഗ്യാരണ്ടി ഉണ്ടെന്നാണ്. വീട്ടിലൊന്നും ഇടരുത്. നമ്മൾ ഫങ്ഷൻ വെയർ ആയിട്ടോ അല്ലെങ്കിൽ ഡെയിലി ഓഫീസ് വെയർ ആയിട്ടോ ഒക്കെ ഇടാൻ ഒത്തിരി നല്ല ഭംഗിയാണ്. ഒരു വെറൈറ്റി ലുക്കാണ്. ഇതിങ്ങനെയാണ് കിടക്കേണ്ടത് കേട്ടോ. ഇവിടെയാണ് കിടക്കുന്നത്, റിസ്റ്റിലാണ് കിടക്കേണ്ടത്. ഇങ്ങോട്ട് നമ്മുടെ സാധാരണ വള കിടക്കുന്ന പോലെ ഇങ്ങോട്ട് പോകുകയായിരുന്നല്ല, ഇവിടാണ് അത് കിടക്കേണ്ടത്. ഇതിൻ്റെ ഓപ്പണിങ് എവിടെയാണ്? ഇനി അത് ഊരുന്ന വിധം ഒന്ന് കാണിച്ചു കൊടുക്കണ്ടേ? ഒന്നുമില്ല, ഇടാൻ ഒരുപാടുമില്ല, ഊരാൻ ഒരു ഇച്ചിരി ഒന്ന് ശ്രദ്ധിക്കണം. ഒരു കയ്യിലോ മറ്റൊരാളുടെ സഹായത്തോടെ ചിലപ്പോൾ ഊരുന്നായിരിക്കും നല്ലത്. അയ്യോ, എൻ്റെ കണ്ണും കാണത്തില്ല. ഇതിവിടെ അല്ലേ എൻ്റെ കട്ടിങ്. ഇതിപ്പോൾ ഈ കൈക്ക് പാങ്ങില്ലാത്ത പാങ്ങ് മീൻസ് നമുക്ക് വശമില്ലെങ്കിൽ നമ്മൾ മറ്റൊരാളെ കൊണ്ട് ഊരിപ്പിക്കുന്നതായിരിക്കും നല്ലത്. ഇതിങ്ങനെ വന്നിട്ട് ഇങ്ങോട്ടൊന്നും തെന്നിക്കായിരുന്നു. എനിക്കിപ്പം ഒറ്റ കൈ കൊണ്ട് ചെയ്യാൻ വശമില്ല. ഞാനിപ്പോൾ വേറൊരാളെ കൊണ്ട് ഊരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ടൊന്ന് തെന്നിച്ച് വിട്ടാൽ മതി, വേറൊരാൾക്ക് ഊരാൻ പറ്റും. നമുക്ക് ഈ കൈക്ക് ബലം കൊടുക്കാൻ പറ്റത്തില്ല, ഈ കയ്യിൽ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇത് കണ്ടോ, ഇങ്ങനെ അങ്ങോട്ട് തെന്നിച്ചപ്പം ഇത് ഊർന്നു പോകുന്നു. ഇങ്ങനെ 2 പീസായി. ഉണ്ടോ, ഇത്രയേ ഉള്ളൂ സംഭവം. കയ്യിലോട്ട് കയറിയിട്ട് പിടിക്കെന്ന് വെച്ചാൽ മതി. സൂക്ഷിച്ച് ഊരണം, ഒത്തിരി അങ്ങ് ആനപ്പിടുത്തൊന്നും പിടിക്കാൻ പോകരുത്. ഒന്നുമില്ല, സിമ്പിളാണ്. ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അടുത്ത ഇത് ഗോൾഡാന്ന് തോന്നുന്നല്ലേ. ഇത് ഗോൾഡാണ്. ഇതൊക്കെ ഈസിയാണ്. അടിപൊളിയല്ലേ, എന്നാ രസം, എന്നാ കംഫർട്ടാണ്, എന്നാ രസം. ഇതിന് ഇച്ചിരി കണ്ട ഒരു വെയിറ്റ് ഉണ്ട്, ഒത്തിരി വെയിറ്റ് തോന്നിക്കുന്നുണ്ട് വളയാ. ഫങ്ഷൻ വെയർ ആയിട്ടോ ഡെയിലി വെയർ ആയിട്ടോ എങ്ങനെ വേണേലും ഇടാം. നല്ലൊരു വെറൈറ്റി ലുക്ക്. പിന്നെ ഇത് സാരിക്ക് മാത്രമല്ല എന്തിനും ഇടാം. നമുക്ക് കാഷ്വൽസിൻ്റെ കൂടെ ഇടാനും നല്ലതാണ്. ഒന്നുമില്ല, ഈസി. എനിക്കിതായിട്ട് ഇങ്ങനത്തേതായിരിക്കും ഏറ്റവും ഇഷ്ടം. പിന്നെ ഇത് നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ ഇതും റോസ് ഗോൾഡാണ്. ഇത് കണ്ടോ, എനിക്ക് ഭയങ്കര ലൂസായത്, വണ്ണം കൂടുതലാണ്. അപ്പോൾ എന്നെ എടുക്കണം, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസ് ചെയ്യുക, ഇങ്ങനെ കൊണ്ടുവരിക. വണ്ണം ഉള്ളവർക്ക് അതനുസരിച്ച് അകത്തി കൊണ്ടുവരിക. ഇതിൻ്റെ മോഡൽ എന്ന് പറയുന്നത് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഒത്തിരി വണ്ണമുള്ളവർ ഇത് തമ്മിൽ ഇങ്ങനെ അകന്നകന്ന് കിടക്കും. എന്നും കൊണ്ട് ഞാൻ പറയുക, ഇത് നമ്മളുടെ ഉള്ള ശക്തി എടുത്ത് അയത്തെ പിടിച്ച് പ്രസ് ചെയ്ത് അത് ഒടിച്ച് കളയരുത്. സൂക്ഷിക്കണം. എന്ത് കാര്യമാണെങ്കിലും സൂക്ഷിച്ചേ ഉപയോഗിക്കാവുള്ളൂ, അല്ലെങ്കിൽ പിന്നെ കുറ്റം പറയരുത്. ഇങ്ങനെ ഇത് കണ്ടോ, ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സാധനം ഇത്. അടുത്തത് ഇപ്പോൾ കാണിച്ചതിൻ്റെ തന്നെ വേറെ. എന്നാ രസമാണോ, എനിക്കിതൊക്കെ ഏറ്റവും ഇഷ്ടം. സിൽവർ എന്ന് പറയാൻ വെള്ളിയല്ല, സിൽവർ കളറ്. എന്തായാലും ഇങ്ങനെ നിറച്ചും സ്റ്റോൺസ് കൊടുത്തിരിക്കുക.
എൻ്റെ കൈ മാറ്റാൻ, എൻ്റെ കൈ കാണണ്ടാന്ന്. പിന്നെ കയ്യിലല്ലാതെ വള എവിടെ കാണിക്കും കേട്ടോ. എന്ത് നല്ല കാഷ്വൽസിൻ്റെ കൂടെ ഇടാം, ഡെയിലി ഓഫീസ് വെയർ ആയിട്ട് ഇടാം, ഫങ്ഷൻ വെയർ ആയിട്ട് ഇടാം. നമ്മളിപ്പം നല്ല ഹെവി ആയിട്ടുള്ള പാർട്ടി വെയർ ഗൗണൊക്കെ ഇടുകയല്ലേ, ബ്രൈഡൊക്കെ ഗൗൺ ഇട്ടിട്ട് ഒരു സിമ്പിൾ, ഇപ്പോൾ ഡയമണ്ട് ആയിരിക്കും സാധനം, എന്നാലും സിമ്പിൾ അല്ല ഇടുന്നത് എന്ന് പറഞ്ഞ പോലെ സിമ്പിളായിട്ട് ഇടാം. ഇപ്പോൾ സിൽവർ ആ ഒരു രീതിക്കുള്ള ഇതൊക്കെ ഇപ്പോൾ കേരളാസ് എന്തിൻ്റെ കൂടെയും പോകുന്ന ഒരു സാധനമാണിത്. ഇതെന്ന് പറഞ്ഞാൽ ഈ മോഡൽ വള ഇത് ഇത്രയേ ഉള്ളൂ കണ്ടോ. ഇത് ഇങ്ങനെ കയറി അമ്മങ്ങിയിരിക്കുക, സൂക്ഷിച്ചിടണം, അത് ഞാൻ പറയുന്നുള്ളൂ. വണ്ണം ഒത്തിരി ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഏകദേശം വണ്ണം എൻ്റെ കൈയുടെയൊക്കെ വണ്ണം ഉള്ളവർക്ക് പറ്റും, എല്ലാവർക്കും പറ്റുമെന്ന് തോന്നുന്നില്ല. ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നല്ല. ഒത്തിരി കൈക്ക് വണ്ണം ഉള്ളവർ അത് എടുക്കരുത്. അതിൻ്റെ വേറെ അളവില്ല, ഈ ഒരളവേ ഉള്ളൂ. അതിൻ്റെ വലുത് ചോദിച്ചാലില്ല, ഈ ഒരളവേ ഉള്ളൂ. അടുത്തത് ഇത് ഇങ്ങനെ തന്നെ എല്ലാം പ്രസ് ചെയ്യുന്ന അങ്ങനത്തെ കൂട്ട് വളകളാണേ. എനിക്ക് ഒന്നാമത് ഇങ്ങനെ ഒരു ഇപ്പം എന്തിനു പറയുന്നത്, ഇടത് കൈപ്പാങ്ങോ വലത് കൈപ്പാങ്ങോ, അതാ ഇത്രേ ഉള്ളൂ. ഇതൊക്കെ തന്നെ ഇടാവുന്ന ഇതുണ്ടാവും. സിമ്പിളല്ലേ, എന്നാ രസമെന്ന് നോക്ക് നിങ്ങൾ. ഇങ്ങനത്തെയൊക്കെ വളയാണ് ഇടേണ്ടത് ശരിക്കും. നമ്മുടെ പ്ലാറ്റിനം ഒക്കെ ഇടുന്ന പോലെ ആന്നൊക്കെ പറഞ്ഞാൽ മതി. പ്ലാറ്റിനം വിചാരിച്ചാൽ പ്ലാറ്റിനോ, സിൽവറാന്ന് വിചാരിച്ചാൽ സിൽവറാണ്. പിന്നെ വീട്ടിലിടാനോ നീട്ടിയിട്ടോട് നടക്കാനോ ചെയ്യരുതെന്നാണ് ഞാൻ പറയുന്നത്. എനിക്കറിയത്തില്ല ഇതിനെപ്പറ്റി, എനിക്കൊന്നും പറഞ്ഞു തരാൻ അറിയത്തില്ല. ഇതിന് വാറണ്ടിയോ ഗ്യാരണ്ടിയോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് ചുമ്മാ എന്നാ പറയുന്നത്, ഫാൻസി ആയിട്ട് ഇടുന്ന സംഭവങ്ങളാണ്. പക്ഷെ അതിനെ ഒട്ടും വെറും ഫാൻസിയാന്ന് പറഞ്ഞ് ഇതാക്കി കളയണ്ട. എന്നാ പറയുന്നത്, നമ്മളിത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസ് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പ്രസ് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പ്രസ് ചെയ്ത്. അടുത്തത് ഇതേ റോസ് ഗോൾഡിൻ്റെ ഇതിന് പറയുന്നത് കോപ്പർ പ്ലേറ്റിംഗ് എന്നാ. ഗോൾഡ് പ്ലേറ്റിങ്, കോപ്പർ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ വളയായിട്ടിടുമ്പം പ്ലാറ്റിനം ഉപയോഗിക്കുന്ന ആ ഒരു രീതിക്കാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ഇതുകൊണ്ട് നമ്മൾ പണ്ട് കാലത്ത് പിള്ളേർക്കൊക്കെ കാൽത്തള എന്ന് പറയുകയല്ലേ, കൊച്ചു കുട്ടികൾക്കൊക്കെ, എൻ്റെ പിള്ളേർക്കൊക്കെ ഉണ്ടായിരുന്നു, എനിക്കും ഉണ്ടായിരുന്നായിരിക്കാം, എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിടുന്നതാണ് ഇതിങ്ങനെ കയ്യിലോട്ട് കയറ്റിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് നീങ്ങി വരും. എനിക്കിത് ഒത്തിരി ബലം പിടിക്കാൻ പറ്റുന്നില്ല. ബലം പിടിക്കണോ? വേണ്ട 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 ഇങ്ങനെ നമ്മുടെ ഇതിനനുസരിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് കയ്യെ കയറ്റിയിട്ട് ഇങ്ങോട്ട് വരും. അത് കണ്ടോ, വീണ്ടും ഇങ്ങോട്ട് വരും. ഇപ്പോൾ കറക്റ്റായി. ഇതിങ്ങോട്ട് വലിച്ചെടുത്ത് വേണം കയ്യിലോട്ട് കയറ്റാൻ. ഇതുണ്ട് ഇവിടം വരെ. അത് അത്രയൊന്നും വരികയല്ലായിരിക്കാം, ഇത്രയും വരും. അപ്പോൾ ഇങ്ങനെ നീക്കി കൊടുത്താൽ മതി. ഇങ്ങനെ കയ്യിലോട്ട് കയറി വരും. കേട്ടോ, പ്ലാറ്റിനം ഇട്ട പോലെ ഇങ്ങനെ കിളി ഈ ഒരു സാധനം ഉണ്ട്, ടിക് 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 ടിക്. അത് വേണ്ടെങ്കിൽ അതിനെ അങ്ങ് റിമൂവ് ചെയ്ത് കളയുക. ഇതാണ് വള. ഇതിനില്ലേ റിട്ടേൺ ഇല്ല, എക്സ്ചേഞ്ച് ഇല്ല, റീഫണ്ട് ഇല്ല. വൺസ് എടുത്തു കഴിഞ്ഞാൽ തിരിച്ചെടുക്കില്ല. നിങ്ങൾ സൂക്ഷിച്ച്, അല്ലാതെ ഇത് നമ്മളുടെ കയ്യിൽ നമ്മളിത് 10 പ്രാവശ്യമെങ്കിലും ക്രോസ് ചെക്ക് ചെയ്തിട്ടാണ് ഇത് അയക്കുന്നത്. നിങ്ങൾ ഇടുന്ന വഴിക്ക് എന്തെങ്കിലും ഇതിന് ഡാമേജോ കാര്യങ്ങളോ സംഭവിച്ചു കഴിഞ്ഞാൽ റിട്ടേൺ വേണമെന്ന് പറയരുത്. അതുകൊണ്ടാണ് ഞാനിത് കാണിച്ച് തന്നെ ഇട്ട് തരുന്നതല്ല, കാണിച്ച് തന്നെ ഇത് ചെയ്യുന്നത്. അപ്പം സൂക്ഷിച്ചിടണം. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നില്ലാത്ത സാധനങ്ങളായതുകൊണ്ട് സൂക്ഷിച്ച് ഇടണം. അടുത്ത വള ഇത് കണ്ടോ, ഇതിങ്ങനെ ഇരിക്കുന്ന വള നിങ്ങളുടെ കൈ വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇതിനെ ഇവിടുന്ന് പ്രസ് ചെയ്ത് താഴേക്ക് എടുത്ത് വെളിയിലെടുക്കണം. എന്നിട്ട് കയ്യെ കയറ്റിയിട്ട് വീണ്ടും തിരിച്ച് പ്രസ്. ഇത് ഒരാളുടെ സഹായത്തോടെ ഇടുന്നതായിരിക്കും. ഞാൻ ഈ കൈക്ക് പാങ്ങില്ലോ, നമ്മുടെ ഇടത് കൈക്ക് പാങ്ങില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഞാൻ ഇട്ട് കാണിക്കാം. പക്ഷെ തന്നെ ഇട്ടല്ലോ ഉണ്ടോ, അത്രേ ഉള്ളൂ. ഇതിങ്ങനെ നിൽക്കും. ഒരു ഹാർട്ടിൻ്റെ ഇങ്ങനെയോ, ഇങ്ങനെയാണ് കിടക്കേണ്ടത്. ഇത് എപ്പോഴും സെൻറ്ററിലാണ് വരണ്ടേ. ഹാർട്ടിൻ്റെ ഒരു സിമ്പിൾ വരും. ഇങ്ങനെ ഇടണമെങ്കിൽ ഇങ്ങനെ ഇടാം. ഇത് കണ്ടോ, ഇങ്ങനെ ഇടണമെങ്കിൽ ഇങ്ങനെ ഇടാം, ഇങ്ങനെ ഇടണമെങ്കിൽ ഇങ്ങനെ ഇടാം. ഊരാൻ നേരത്ത് ഇങ്ങനെ വെച്ചിട്ട് അകത്തോട്ടൊന്ന് പ്രസ് ചെയ്യുക. എന്നാ ബലം ഇതിന് അല്ലേ, എൻ്റെ കൈയുടെ വേദന എടുക്കുന്നു. അകത്തോട്ട് പ്രസ് ചെയ്ത വളയില് ഇത് ഞാൻ എപ്പോഴും പറയുന്നത്, എന്നെ കാണിച്ച്
എപ്പോഴും പറയുന്നുണ്ടല്ലോ, ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് ഇടാൻ ബുദ്ധിമുട്ടുണ്ടെന്നല്ല. നമ്മൾ ഫസ്റ്റിലെ ഒരു സാധനം മേടിക്കുമ്പോൾ നമ്മളതിനെ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയത്തില്ല. അത് വേറെ ആളുടെ സഹായത്തോടു കൂടി തന്നെ ഇടണം. ചാടിക്കയറി അത് വലിച്ച് ഇങ്ങനെ ഇട്ടിട്ട് അതിന് ഡാമേജ് വരുത്തിയിട്ട് നമ്മുടെ അടുത്ത് കംപ്ലൈൻറ്റ് പറയരുത് കേട്ടോ. വേറെ ഒന്നുമല്ല, ഇത് നമ്മൾ പരിശോധിച്ച് തന്നെയാണ് തരുന്നത്. ചിലത് ഇടാൻ ചിലർക്ക് അറിയത്തില്ലാത്തതിൻ്റെ പേര് ഇങ്ങനെ വലിച്ചൊക്കെ കയറ്റുന്ന വഴി അതിനെന്തെങ്കിലും ഡാമേജ് സംഭവിച്ചെങ്കിൽ നമ്മൾ ഉത്തരവാദിയല്ല. അങ്ങനെ വരുമെന്നല്ല പറയുന്നത്. അതുകൊണ്ട് എപ്പോഴും അറിയത്തില്ല എങ്കിൽ, കോൺഫിഡൻ്റ് ആണെങ്കിൽ ഇട്ടോ, അറിയത്തില്ല എങ്കിൽ മറ്റൊരാളുടെ സഹായത്തോടു കൂടി ഇടാൻ ശ്രമിക്കും കേട്ടോ. ഇത് അടുത്തത്, ഇതൊന്നുമില്ല, സിമ്പിൾ ബാങ്കിൾ തന്നെ ഇങ്ങനെ കിടക്കും. ഇങ്ങനെയാണ് ഇത് കിടക്കുന്നത്. കണ്ടോ, 3 ലെയർ വൈറ്റ് ഗോൾഡും കൂടെ മിക്സ് ആയിട്ടുള്ള എൻ്റെ സ്വർണ്ണം. ഇതെൻ്റെ വളയാണ്, ഇതെൻ്റെ സ്വർണ്ണമാണേ. ഇത് തന്നെ കണ്ടോ, ഒന്നുമില്ല. ഇത് നൂരാനൊന്നും ഒരു പാടുമില്ല, ആരുടെ സഹായവും വേണ്ട, ഒന്നും വേണ്ട. ഈ പ്രസ് ചെയ്യുന്ന സാധനത്തിന് മാത്രമേ ഉള്ളൂ. ഇതും അടുത്തത് ഇച്ചിരി പാടല്ല. മുമ്പേ ഞാൻ അയച്ച് കൊടുത്തിട്ട് കയറ്റണമെന്ന് പറഞ്ഞില്ലേ. ഇങ്ങനെ ഇരിക്കും. ഈ സാധനമില്ലേ, ഇതിൻ്റെ തന്നെ വേറൊരു മോഡൽ. ഇതിനൊരു ഇങ്ങനെ ഒരു ഇതുണ്ട്, സുനയുണ്ട്, ഇങ്ങനെ ഇതുണ്ട്. ഇതാണ് സംഭവം. ഉണ്ടോ, ഇതിനിങ്ങനെ 3 ലെയറായിട്ട് ഇതിനിങ്ങനെ ഒരു വൈറ്റ് ഗോൾഡും ഒരിതും ഇത് നമ്മൾ ലാസ്റ്റ് ടൈം കാണിച്ച വളയാണ്. ഇതിനൊക്കെ എന്തോരം പേരൊക്കെ കിട്ടാതെ പോയെന്നറിയോ. എന്തോരം പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ആൾക്കാർ ഇപ്പോഴും എൻക്വയറി വന്നുകൊണ്ടേയിരിക്കുക. ഈസി, എന്നാ രസം. ഇത്രയും ഭംഗിയുള്ള വള ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ലെന്ന് ഞാൻ പറയുള്ളൂ. സത്യം, എൻ്റെ ഇഷ്ടമാണ് പറയുന്നത് കേട്ടോ, എല്ലാവരുടെയും ഇഷ്ടമല്ല പറയുന്നത്, എൻ്റെ ഇഷ്ടമാണ് ഞാൻ പറയുന്നത്. എനിക്ക് കാഴ്ചയിൽ ഭയങ്കര ഇഷ്ടമാണ്. സിമ്പിളാണ്, പക്ഷെ എന്നല്ലേ ക്യൂട്ടല്ലേ, ഭയങ്കര ക്യൂട്ടുമാണ്, സിമ്പിളുമാണ് അല്ലേ, നല്ലല്ലേ. ഇത് കഴിഞ്ഞ പ്രാവശ്യം കണ്ടാണല്ലോ. ഇതിൻ്റെ കല്ലിൻ്റെ കളർ വ്യത്യാസം ഉള്ളതുണ്ട്, അത് ഞാൻ കാണിക്കാവേ. ഇതും ഇപ്പം കാണിച്ചല്ലേ, അല്ല ഇത് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചതാണ്. ഈ വളയുടെ തന്നെ വേറൊരു മോഡൽ, അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്പർ കൂട്ടി സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണം. ഒന്നുമില്ല, ഇങ്ങനെ അകത്തിയിട്ട് കയ്യിലോട്ട് കയറ്റിയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിന് കൈയുടെ വണ്ണം ഇങ്ങനെ പറയുന്നില്ല. ഇവിടെയാണ് ഈ വളകളെല്ലാം കിടക്കേണ്ടത്. ഇവിടെയാണ് നിങ്ങളുടെ ഇവിടുത്തെ വണ്ണം നോക്കിയിട്ടല്ല നിങ്ങളത് എടുക്കേണ്ടത്. നിങ്ങളുടെ ഇവിടുത്തെ വണ്ണം നോക്കി, ഇവിടെയാണ് ഇത് ശരിക്കും അതിൻ്റെ ഭംഗി, അതിൻ്റെ മോഡലും അങ്ങനെ തന്നെയാണ്. ഇവിടെയാണ് കിടക്കേണ്ടത്. ഇങ്ങോട്ട് കിടന്നെന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, ഉണ്ടെന്നല്ല, കാണാൻ ഭംഗി എപ്പോഴും ഇവിടെ കിടക്കണം. അപ്പോൾ ആ ഒരു വണ്ണം നോക്കി വെച്ചാൽ മതി. എന്നും കൊണ്ട് ഓവറായിട്ട് വണ്ണമുള്ളവർ അറിയാമല്ലോ, അങ്ങനെ എടുക്കരുത്. നമുക്ക് ഈ വളയുടെ ഓരോന്നിൻ്റെ അളവ് അങ്ങനെ കാണിക്കുന്ന അളവേ ഉള്ളൂ, എല്ലാത്തിനും ഓരോന്നും കയ്യിലില്ല. ഇതൊക്കെ കണ്ട കുഞ്ഞി വളയാന്ന് തോന്നും. ഇത് ഒന്നല്ലേ, കുഞ്ഞി വളയാന്ന് തോന്നും, പക്ഷെ കയ്യിൽ അത്യാവശ്യം വണ്ണത്തിൽ കിടക്കും. ഇവിടെ റിസ്റ്റിലാണ് കിടക്കേണ്ടത്. ഇനി അതിൻ്റെ വേറെ കളർ കാണിക്കണം. ഇനി ഇതിൻ്റെ നേവി ബ്ലൂ കളറിൻ്റെ കാണിക്കാം. കണ്ടോ, ഇത് തിരിച്ചാണ് വരേണ്ടത്. ഒന്നുകൂടെ ഒരിക്കട്ടെ. നേവി ബ്ലൂ കളറ്, മുമ്പേ കണ്ട ബ്ലാക്കാണ്, ഇത് നേവി ബ്ലൂ ആണ്. കളർ തിരിച്ചറിയാൻ ചിലപ്പോൾ ഒരു പാട് കഴിയും. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഇതിനകത്ത് ഈ ഒരു വള നിങ്ങൾ ബ്ലാക്ക് സെലക്ട് ചെയ്യുമ്പോൾ ചിലത് നിങ്ങൾ ഈ കല്ലിൻ്റെ ഷേപ്പിൽ ചിലപ്പം റൗണ്ട് ആയിരിക്കും, ചിലപ്പം ഈ ഒരു റൗണ്ടല്ല, ഭയങ്കര റൗണ്ടല്ല, ഇച്ചിരി ഒരു ഷേപ്പ് വ്യത്യാസം വന്നേക്കാം നിങ്ങൾക്ക് അയക്കുമ്പം. ഒന്നുമില്ല, ചെറിയ, അതായത് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാലേ ആ വ്യത്യാസം അറിയത്തുള്ളൂ. അത് കാര്യമാക്കരുതെന്നേ ഞാൻ പറയുള്ളൂ. അങ്ങനെയുള്ളവർ വാങ്ങിച്ചാൽ മതി. ഒന്നുമില്ല, ചെറിയൊരു വ്യത്യാസം, ആ ഷേപ്പിൽ ഒരു കുഞ്ഞിക്ക വ്യത്യാസം, വളരെ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ അങ്ങനെ ഒരു വ്യത്യാസം ചിലപ്പം തോന്നും. അത് കാര്യമാക്കാത്തവരെ വാങ്ങിക്കാവുള്ളൂ. ആ വ്യത്യാസത്തിലൊന്നും ഒരു കാര്യമില്ല, അതുകൊണ്ടാണ് അറിയത്ത് പോലും ഇല്ലെന്ന് ഞാൻ പറഞ്ഞത്. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച വളയാണ് കേട്ടോ, എൻ്റെ റീസ്റ്റോക്ക് വന്നതാണ്. ഞാൻ മടുത്തത് കയറ്റി എങ്ങനെയായിരുന്നു എല്ലാം കയറ്റി മറന്നുപോയതാ. ഇതാ സംഭവം, നല്ലൊരു പിസ്ത ഗ്രീൻ്റെ ഒരു ഷെയ്ഡ്, പിന്നെ രസമാണ് നോക്ക്. ഇതിപ്പം ഈ കളർ ഡ്രസ്സ് തന്നെ വേണമെന്നൊന്നുമില്ല, അല്ലാതെ ഇടുമ്പോൾ വേറെ ഒരു വെറൈറ്റി. ആഹാ, ഇതെന്താ വളയാ എന്നിങ്ങനെ നോക്കും. ആ കളർ ഡ്രസ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ മാച്ചിങ് ആയിട്ടും ഇടാം.
ഇനി ധാരാളം വളകൾ കാണിക്കാനുണ്ട്. പിന്നെ ഉണ്ടല്ലോ പാലയ്ക്ക വളയൊക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ അടുത്ത ദിവസം കാണിക്കാം. എല്ലാം കൂടെ കാണിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്കിത് കൈകാര്യം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിപ്പോൾ ഓർഡർ എടുക്കാൻ. ഇത് ഒരു സെറ്റ് കമ്മൽ കാണിക്കാം. ഇത് റേറ്റ് ഉണ്ട്. ഇത് റോസ് ഗോൾഡിൻ്റെ ആണ്. ഈ ഒരു സെറ്റിനകത്ത് ഇത്രയുണ്ട്. ഇത് റിങ് പോലെ കിടക്കും. അതിൻ്റെ കൂടെ തന്നെ ഒരു സ്റ്റാറിൻ്റെ ഒരു സ്റ്റഡ്. ഇത് ചെറിയ നമ്മുടെ മേൽക്കാത് കുത്തുന്നതല്ലേ, അതിന് വേണമെങ്കിൽ ഇടാമായിട്ട് അങ്ങനെ ഒരു സ്റ്റഡ്. ഇത് സെറ്റാണ്. ഇനി ഞാൻ നൂരി കാണിക്കാം. ഇതാണ് കമ്മൽ. ഇങ്ങനൊരു ഷേപ്പിലാണ് ഇത് കിടക്കുക. റിങ് ഇടുകയല്ലേ, റിങ് ഇടുന്നത്. ഇപ്പോൾ എൻ്റെ കാതിലൊക്കെ അങ്ങനത്തെ എപ്പോഴും ഞാൻ ഇടുന്നത് ഇങ്ങനത്തെ ഇതുണ്ടോ, ഈ ഷേപ്പിൽ കിടക്കും. ഇപ്പം ശരിക്കും ഞാൻ ഇട്ടിരിക്കുന്നത് അതിൻ്റെ ഒരു വലുതാണ്. ഇതൊത്തിരി വലുതാണ് ഇതിനെ കഴിയും. ഇതിൻ്റെ 1/3 ഉള്ളൂ ഇത്. ആ ഒരു ഷേപ്പിൽ കിടക്കുന്ന റോസ് ഗോൾഡിൻ്റെ പോലത്തെ കമ്മൽ. റോസ് ഗോൾഡ് അത് കോപ്പർ പ്ലേറ്റഡ് ആയിട്ടുള്ള കമ്മൽ. ഒരു ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ സ്റ്റോൺസ് ഉണ്ട്, ബാക്കിൽ സ്റ്റോൺസ് ഇല്ല. അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് ഈ ഒരു സ്റ്റാർ, ഒന്നൊരു ഈ മേക്കാത് പോലെ ഇടാനായിട്ടുള്ള ചെറിയ 2 സ്റ്റഡ്സും, അങ്ങനെയുള്ള ഒരു സെറ്റ് കമ്മൽ അതാണ് ഉള്ളത്. കട്ട് ചെയ്തോ. ഇത് കണ്ടോ, ഇതാണ് 2 കമ്മൽ. വീഡിയോയ്ക്കകത്ത് കാണുന്ന അത്രയും വലിപ്പമില്ല കേട്ടോ. ഇത് നമ്മൾ ഭയങ്കരമായിട്ട് സൂം ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി വലിപ്പം തോന്നും. നോർമലായിട്ടുള്ള വലിപ്പമുള്ളൂ ഇത്. ഭയങ്കര ഓവറായിട്ടുള്ള വലിപ്പമില്ല, തീരെ ചെറുതുമല്ല, നോർമലായിട്ടുള്ള വലിപ്പമുള്ളൂ. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു കമ്മലാണ്. നല്ല സ്റ്റൈലിഷാണ്. നമ്മുടെ മുഖത്തിന് ഏത് മുഖത്തിനും ഇണങ്ങും എന്നുള്ളതാണ്. വലിയ മുഖമാട്ടെ, ചെറിയ മുഖമാട്ടെ, ഏത് ഷേപ്പാട്ടെ, ഏത് ഷേപ്പിനും ഇണങ്ങുന്ന ഒരു സാധനമാണ് ഈ ഓവൽ ഷേപ്പിലുള്ള കമ്മലുകൾ. ഓവൽ ഷേപ്പ് മുഖമുള്ളവർക്കാണ് എന്തും ചേരുന്നതെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മഞ്ജു വാര്യരുടെയൊക്കെ മുഖത്തിന് ഏത് സൈഡിൽ നിന്ന് ഏത് ആംഗിളിൽ നിന്ന് ഫോട്ടോ എടുത്താലും ഭയങ്കര ഭംഗിയാണ്. എന്ന് പറഞ്ഞാൽ ഓവൽ ഷേപ്പ് മുഖമാണ് ഏറ്റവും എന്നാ പറയുക ലക്കി ആയിട്ടുള്ള മുഖം എന്നാണ് പറയുന്നത്. വേറെ ഒന്നുമല്ല, എന്തും ചേരും അവർക്ക്. അപ്പോൾ ഓവൽ ഷേപ്പാണ് ഈ കമ്മലിന്. ഇത് ഏത് മുഖഷേപ്പുള്ളവർക്കും ചേരും. ഗോൾഡ് അല്ല, റോസ് ഗോൾഡാണ്. അതായത് കോപ്പർ പ്ലേറ്റഡ് ആണ്. മതി. ഇത് കണ്ടോ, മാലയാണേ. ഇത് എന്നാ പറയുക, സിമ്പിൾ വെയർ ആയിട്ട് ഇടാൻ പറ്റുന്ന 3 ഇതിലാണ് ഇത് വരുന്നത്. ഒന്ന് സിൽവർ, ഒന്ന് ഗോൾഡ്, ഒന്ന് പ്ലാറ്റിനം എന്നൊക്കെയാണ് പറയുന്നത്. ഒന്ന് സിൽവർ, ഒന്ന് ഗോൾഡ്, ഒന്ന് റോസ് ഗോൾഡ്. ഇതിപ്പോൾ സിൽവറാണ്. സിൽവർ എന്ന് പറഞ്ഞാൽ ഞാൻ സിൽവർ കളറാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. വെള്ളി മാലയാണെന്ന് ആരും വിചാരിച്ചേക്കരുത്. ഈ കഴുത്തേൽ ഇങ്ങനെ ഇറുകി കിടക്കും. ഇത് കണ്ടോ, ബാക്കിലേക്ക് ഇങ്ങനെ ഹാങ് ചെയ്ത് എത്ര വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിടാം. ഒത്തിരി വണ്ണമുള്ളവർക്ക് അവനവൻ്റെ കഴുത്തിന്. ഇനി അഥവാ നിങ്ങൾക്ക് ഇത് ഇവിടം വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിൽ ഇച്ചിരി കൂടി അയഞ്ഞാ കിടക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ ഈ സാധനം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ലേഡി സ്റ്റോറിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇത് വെച്ച് അറ്റാച്ച് ചെയ്താൽ മതി. ഇതുള്ളൂ. കണ്ടോ, നല്ല ഈ പ്ലാറ്റിനം ഒക്കെ ഇട്ട പോലെ തന്നെ കിടക്കും. സിമ്പിൾ വെയർ ആണ്. ഇനി അല്ലാതെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ഒരു കല്ല്, ഒരു കുഞ്ഞു കല്ല്. കഴുത്തെ പറ്റി കിടക്കുന്ന ചെയിനാണ്. പറ്റി കിടക്കും. അതിൻ്റെ ഗോൾഡാണ്. രണ്ട് ലൈറ്റ് കത്തി കിടക്കുന്നു. അതിൻ്റെ ഗോൾഡാണ്. അത് സെയിം സാധനം തന്നെ. ഗോൾഡ് ഏതാണോ നമുക്കിഷ്ടം അതിൽ വാങ്ങിക്കാം. നല്ല പറ്റി കിടക്കുന്ന എന്നാ പറയുന്നത്, സിമ്പിൾ വെയർ ആയിട്ട് ചുരിദാറ്, മറ്റേ എന്താ പറയുന്നത്, ജീൻസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടുമ്പോൾ സാരിയുടെ കൂടെ കൊള്ളുമെന്ന് എനിക്കറിയത്തില്ല. ഇട്ട് നോക്ക്. ഇത് ലെങ്ത്തിൻ്റെ കാര്യത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ ലെങ്ത്തിന് ഈ സാധനം വാങ്ങിച്ച് അറ്റാച്ച് ചെയ്താൽ മതി. ഈ ഒരു സൈഡിലുള്ള സാധനം. ഇതൊക്കെ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ. എന്നാലും ഞാനിങ്ങനെ അങ്ങ് പറയുന്നേ ഉള്ളൂ കേട്ടോ. ഇത് ഗോൾഡ്. അടുത്തത് റോസ് ഗോൾഡ്, അതായത് കോപ്പർ പ്ലേറ്റിങ് വരുന്നത്. ഈ പ്ലേറ്റിങ് വരുന്നതെന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുകയാണ് നിങ്ങളോട് ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് സിമ്പിളായിട്ടുള്ള ഒരു സാധനമാണ്. ഇതിന് വാറണ്ടിയോ ഗ്യാരണ്ടിയോ ഒന്നുമില്ല. പ്ലേറ്റഡ് എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഈ ഗോൾഡ് പ്ലേറ്റിംഗ്, കോപ്പർ പ്ലേറ്റിംഗ് എന്നൊക്കെ പറയുമ്പം ഇത് ഈ വാറണ്ടി ആഭരണങ്ങൾ അങ്ങനെ ഗോൾഡ് പ്ലേറ്റഡ് ആഭരണങ്ങൾ എന്നൊരു കാറ്റഗറി പെട്ടതുണ്ട്. അതാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ വാറണ്ടി ആഭരണമല്ല ഇത്. ഇത് വെറും സിമ്പിൾ ആയിട്ടുള്ള ആഭരണമാണ്. പിന്നെ ഇതൊക്കെ കഴുത്തേലോട്ടൊക്കെ പറ്റിക്കിടക്കുമ്പോൾ നമുക്കറിയാലോ, കഴുത്തൊക്കെ എപ്പോഴും പെട്ടെന്ന് വിയർക്കുന്ന സ്ഥലമാണ്. അപ്പം നമ്മളിത് ഊരിക്കഴിയുമ്പോൾ നന്നായിട്ട് തുടച്ചൊക്കെ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ കാലം നിൽക്കും. ഇതിന് വാറണ്ടി ഗ്യാരണ്ടി കാര്യങ്ങളൊന്നുമില്ല. നമ്മളുടെ സൂക്ഷം പോലെ ഇരിക്കും. ഇത്ര തുച്ഛമായിട്ടുള്ള റേറ്റേ ഉള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇത് കോപ്പർ കളർ വരും.
ഇത് ഗോൾഡ് കളർ വരും, ഇത് സിൽവർ കളർ വരും. പിന്നെ ഇത് വണ്ണം നിങ്ങൾക്ക് എത്ര ഇറക്കിയാണ്, കുറച്ചും കൂടെ കഴുത്തേൽ കുറച്ചും കൂടി ഇറങ്ങിയാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഇതിന് ഇതിൻ്റേതായ ഒരളവുണ്ട്. ഈ ഒരു സാധനം നമുക്ക് ലേഡീസ് സ്റ്റോറിലെല്ലാം വാങ്ങിക്കാൻ കിട്ടും. അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താലും മതി. ഇതിപ്പോൾ ഉണ്ടല്ലോ, ഞാൻ ഇപ്പോൾ കുറച്ച് നമുക്കിപ്പം ഇതിന് ഇത്രയും സ്വീകാര്യതയുള്ളത് കൊണ്ട് ഞാൻ ഒത്തിരി കളക്ഷൻസ് ഇതുപോലത്തെ ഈ മോഡൽ വളകൾ പല വെറൈറ്റീസിൽ വന്നിട്ടുണ്ട്. ഞാൻ വളരെ കുറച്ചേ കാണിക്കുന്നുള്ളൂ, കാരണം ഓർഡർ എടുക്കാനും തെറ്റിപ്പോകാതിരിക്കാനും ഒക്കെ ഉള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഇത് എന്നാ പറയുന്നത്, ഇതിന് വാറണ്ടി ഇല്ല, ഗ്യാരണ്ടി ഇല്ല, എക്സ്ചേഞ്ച് ഇല്ല, റിട്ടേൺ ഇല്ല, റീഫണ്ട് ഇല്ല, ഒന്നുമില്ല. ഇത് കയ്യിലൊക്കെ ഇട്ട് നോക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് ഇട്ട് നോക്കണം. നമ്മളിവിടെ ഒരു 10 പ്രാവശ്യമെങ്കിലും ചെക്ക് ചെയ്തിട്ട്, അത് പ്രത്യേകിച്ചും ഡ്രസ്സിനെ കഴിഞ്ഞും കൂടുതൽ ക്വാളിറ്റി ചെക്ക് നടത്തിയിട്ടാണ് നമ്മളിത് അങ്ങോട്ട് അയക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് നിങ്ങളുടെ കയ്യിൽ ഇട്ട് നോക്കുന്ന കാര്യങ്ങൾ കൊണ്ട് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഒക്കെ വന്നെങ്കിൽ നമ്മളതിന് ഉത്തരവാദി ആയിരിക്കത്തില്ലെന്ന് ഞാൻ ഇപ്പോഴേ പറയുന്നു. ഇത് തുച്ഛമായിട്ട് റേറ്റിനുള്ള സാധനങ്ങളാണ്. അപ്പോൾ അത് ആ രീതിക്ക് എടുക്കുക. കാണാൻ വളരെ ഭംഗിയാണ്, സിമ്പിളാണ്, കാഷ്വലാണ്, ഏത് ഒക്കേഷനിൽ ഇടാൻ പറ്റുന്നതാണ്. അപ്പം അത്രയേ ഉള്ളൂ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. നാളെ സൺഡേ, നാളെ രാവിലെ 10 മണിക്ക് ബ്ലൗസിൻ്റെ വീഡിയോ ഉണ്ട്. കാണാൻ പറ്റുന്നവർക്ക് കാണാം. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ ഒത്തിരി താങ്ക്സ്.